പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ അനുഗ്രഹീതമായ സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പാദപീഠത്തിൽ വിനയപൂർവ്വം ചേർന്ന് വരുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ കർത്താവിന് നന്ദി പറയാം. കർത്താവ് ഇന്ന് നമ്മെ വീണ്ടും സന്ദർശിക്കുന്നുവല്ലോ. വളരെ മധുരമനോഹരമായ ഒരു ചിന്ത നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആധ്യാത്മിക ജീവിതം വിശുദ്ധിയോടെ നയിച്ച് പോരാടി ജയിച്ചാൽ എന്തു കിട്ടും? ഇന്ന് ഒരുപാട് പേർക്ക് അജ്ഞമാണ് ഈ നേട്ടങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൗമലോകത്ത് വിശ്വാസ ജീവിതം നയിപ്പാൻ പലരും താല്പര്യപ്പെടാത്തത്, ചിലരെങ്കിലും മടുത്തു പോകുന്നത്. ഭൗമലോകത്ത് കിട്ടുന്ന നേട്ടങ്ങളും ലാഭങ്ങളും പ്രതിഫലങ്ങളുമാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രതിഫലമെന്ന് ചിന്തിക്കരുത്. ഈ ലോകത്ത് നേട്ടം കിട്ടുമ്പോൾ, ഈ ലോകത്ത് ജോലി കിട്ടുമ്പോൾ, വിദേശത്ത് പോകാൻ വിസ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മക്കളെ ലഭിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ഇതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രതിഫലമെന്ന് നനയ്ക്കരുത്. അത് വിശ്വാസിക്കും കിട്ടുന്നുണ്ട്, അവിശ്വാസിക്കും കിട്ടുന്നുണ്ട്. ഇല്ലെന്ന് ആർക്ക് പറയാനാകും? ദൈവവിശ്വാസമില്ലാത്തവർക്കും വിസ കിട്ടുന്നുണ്ട്, മക്കളെ കിട്ടുന്നുണ്ട്, വിവാഹം നടക്കുന്നുണ്ട്, സ്വത്ത് വാങ്ങാൻ കഴിയുന്നുണ്ട്, വീട് പണിയാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, ലോകപ്രകാരമുള്ള നേട്ടങ്ങൾ വിശ്വാസ ജീവിതത്തിനുള്ള പ്രതിഫലമല്ല. എന്നാൽ ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഒരാൾ ആത്മീക ജീവിതത്തിൽ കളങ്കം പറ്റാതെ വിശുദ്ധി കൈവിടാതെ പോരാടി നിന്ന് ജയിച്ചാൽ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന വിലമതിക്കാനാകാത്ത പ്രതിഫലത്തെക്കുറിച്ചാണ് നാം മനനം ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അത് കേട്ടുകൊണ്ടിരുന്നല്ലോ. 3 ചിന്തകളാണ് അന്ന് കേട്ടത്. മൂന്നാമത്തെ ചിന്ത വായിച്ചു വെച്ചപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു, ഒന്നേ പറഞ്ഞുള്ളൂ. ഒന്നാമത് പറഞ്ഞത്, അവിടെ ജയാളികളായി ചെല്ലുന്നവർക്കൊക്കെ വെള്ളയുടുപ്പ് ധരിക്കാൻ കൊടുക്കുമെന്നാണ്. അത് കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷമാണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത് ആ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ അവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുന്നിലും അവൻ്റെ പേർ ഏറ്റുപറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ജീവപുസ്തകമുണ്ട്. അത് ജയിച്ചവരുടെ പേരെഴുതാനുള്ളതാണ്. ഈ ഭൗമലോകത്ത് വിശ്വാസ ജീവിത പോരാട്ടത്തിൽ തളർന്നു പോകാതെ, മടുത്തു പോകാതെ, പിന്മാറിപ്പോകാതെ, നിരാശപ്പെടാതെ, വിശുദ്ധി കൈവിടാതെ, ലോക ഇമ്പങ്ങളിൽ മുഴുകാതെ, പാപ ഇമ്പങ്ങളിൽ മുഴുകാതെ, വൈരാഗ്യബോധം വെച്ചുകൊണ്ടിരിക്കാതെ, ആരെയും വെറുക്കാതെ, എല്ലാവരോടും ക്ഷമിച്ച്, ക്ഷമ കൊടുക്കേണ്ടവർക്ക് ക്ഷമ കൊടുത്ത്, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ച്, വിശ്വാസ ജീവിതത്തിൽ പതരാതെ, ആത്മീയ പോഷണം ജീവിതത്തിൽ അനുഭവിച്ച് മുന്നേറി ജയാളികളായവർക്ക് അവരുടെ പേര് ദൈവം ജീവപുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഒരാൾ പാപജീവിതം ഉപേക്ഷിച്ച് കർത്തൃസന്നിധിയിലേക്ക് ചുവടുമാറി ജീവിതം കർത്താവിന് സമർപ്പിച്ച്, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും കഴുകപ്പെട്ട്, വിശുദ്ധ മാമോദീസ സ്വീകരിച്ച്, യേശു ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട്, സഭയോട് ചേർക്കപ്പെട്ട്, ദൈവത്തോട് ചേർക്കപ്പെട്ട്, ദൈവരാജ്യത്തിലെ പ്രജയാകുന്ന നാളിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർക്കുന്നതാണ്. ഇവിടെ പറഞ്ഞതനുസരിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർത്താലും ചിലരുടെ പേര് പ്രത്യേക സാഹചര്യത്തിൽ അതിൽ നിന്ന് മായിച്ചു കളയാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയത് കൊണ്ട് ഇനി ഒരു കാലത്തും എൻ്റെ പേരതിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല എന്ന് ആരും ധരിക്കരുത്. ജയിക്കുന്നവരുടെ പേര് ഞാൻ ഒരു കാലത്തും ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയുകയില്ല എന്ന് യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ജയിക്കാത്തവരുടെ പേര് മായിച്ചു കളയുമെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ ഒരിക്കൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയത് കൊണ്ട് ഇനി എനിക്കൊന്നും പേടിക്കാനില്ല, എൻ്റെ പേരൊരു കാലത്തും ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകുകയില്ലെന്നാരും ധരിക്കരുത്. ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർത്തതിന് ശേഷം പാപം ചെയ്യുമ്പോൾ, തിന്മ പ്രവർത്തിക്കുമ്പോൾ, വ്യഭിചാര സുഖങ്ങളിൽ മുഴുകുമ്പോൾ, ഈ അധാർമികത പ്രവർത്തിക്കുമ്പോൾ, മദ്യപാനത്തിൽ മലിനപ്പെടുമ്പോൾ, അശുദ്ധിയിൽ ഇമ്പപ്പെടുമ്പോൾ ആ ആളുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് അയാളുടെ ക്രിയകളാകുന്ന പാപത്തിൻ്റെ കറകളാൽ മായ്ക്കപ്പെടുന്നു. ദൈവമക്കളെ, എന്നാൽ അവസാനം വരെ കർത്താവ് അത് തടഞ്ഞു വയ്ക്കും. അനുദപിക്കുമോ,
മടങ്ങി വരുമോ, മാനസാന്തരപ്പെടുമോ, തിരുത്തപ്പെടുമോ എന്ന് കാത്തിരിക്കും. അവസരങ്ങൾ കൊടുക്കും, ഉപദേശം കൊടുക്കും, സന്ദർശിക്കും, ശാസിക്കും, ചിലപ്പോൾ ശിക്ഷിക്കും. ഏതൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടും ലഭിച്ച അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ പാപത്തിൽ രമിച്ചും രസിച്ചും പാപത്തെ ആസ്വദിച്ചും അതിൽ മുങ്ങിയും പിശാചിന് ജീവിതം പണയപ്പെടുത്തി പാപത്തിൽ ഓട്ടം പൂർത്തിയാക്കുന്നവരുടെ പേര് അവർ മരണസമയത്തെങ്കിലും അനുദപിച്ചിട്ടില്ലെങ്കിൽ മായിച്ചു കളയപ്പെട്ടേക്കാം. കളയുമെന്ന് പറയാൻ ഞാൻ ആരുമല്ല. ആരുടെയും പേര് മായിച്ചു കളയാതിരിക്കട്ടെ, മായിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ ജയിക്കുന്നവരുടെ പേര് ഒരു നാളും ഞാൻ മായിച്ചു കളയുകയില്ല. പോരാടി ജയിച്ചാൽ എന്ത് കിട്ടുമെന്നല്ലേ ചോദ്യം. ജീവപുസ്തകത്തിലെ പേര് നിലനിൽക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവരുടെ പേര് അവിടെ വിളിക്കപ്പെടും. പേർ വിളിച്ച് അവരെ ആദരിക്കും. എല്ലാവർക്കും ദൈവം പേർ വിളിച്ചാണ് അവിടെ കിരീടങ്ങൾ കൊടുക്കുക. പേർ വിളിച്ചാണ് അവരെ ഓരോരുത്തരെയും അഭിനന്ദിക്കുക. പുതിയ പേര് കൊടുക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം കേട്ടല്ലോ. ദൈവമക്കളെ, ആ പേരവിടെ നിലനിൽക്കുവോളം ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണെന്ന വലിയ അവകാശത്തിലേക്ക് ആ ആളുകൾ ചേർന്ന് നിൽക്കുകയാണ്. മാത്രമല്ല, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ സന്നിധിയിലും ഞാൻ ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ഏറ്റുപറയും. ഇവരെൻ്റെ സ്വന്തമാണ്. ഇവർ വിശുദ്ധ ജീവിതം നയിച്ചവരാണ്, നീതിയിൽ ജീവിച്ചവരാണ്, നീതിബോധത്തോടെ നിന്നവരാണ്, തിന്മയെ വിട്ടൊഴിഞ്ഞവരാണ്, പാപത്തോട് പോരാടിയവരാണ്. ആസ്വദിക്കാൻ അനവധി അവസരങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നിട്ടും ജഡീക പാപാസ്വാദനങ്ങൾക്ക് ജീവിതം പണയപ്പെടുത്താതെ വീറോടെ പോരാടി വിശുദ്ധി സൂക്ഷിച്ചവരാണ് എന്ന് ദൈവമായ കർത്താവ് പിതൃസന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തും ജയിക്കുന്നവരുടെ പേര്. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര ഭാഗ്യകരമാണ് ഈ അവസ്ഥ. ഇത് ലഭിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് പോരാടുക, പോരാട്ടത്തിൽ മടുത്തു പോകാതിരിക്കുക. വീണ്ടും ജയിച്ചാൽ എന്തു കിട്ടും, എന്താണ് പ്രതിഫലമെന്ന് ചോദിക്കുന്നതിന് നാലാമതൊരു ഉത്തരം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം കേൾക്കുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവനൊരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും. ഹോ, എത്ര വലിയ ഭാഗ്യം! ഒരിക്കലും പിന്നെ ദൈവാലയം വിട്ടു പോകേണ്ടി വരില്ലെന്ന്, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണാക്കി നിർത്തുമെന്ന്, മുഴുസമയം ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കാമെന്ന്, ദൈവ സാന്നിധ്യത്തിലായിരിക്കാമെന്ന്, ദൈവത്തെ ആസ്വദിക്കാമെന്ന്, ദൈവത്തെ അനുഭവിക്കാമെന്ന്, ദൈവത്തെ ആരാധിച്ചു കൊണ്ടേയിരിക്കാമെന്ന്. മാത്രമല്ല, ആ തൂണിന്മേൽ എഴുതുന്ന ചില കാര്യങ്ങൾ വ്യക്തമായി കർത്താവ് പറഞ്ഞല്ലോ. എൻ്റെ ദൈവത്തിൻ്റെ നാമം ഞാൻ അവൻ്റെ മേലെഴുതും. ദൈവത്തിൻ്റെ നാമം നമ്മുടെ മേലെഴുതും. നാം ജയിച്ചാൽ അത് മായ്ഞ്ഞു പോകാത്ത അക്ഷരങ്ങളിൽ എഴുതും, അച്ചിൽ കൊത്തിയതുപോലെ എഴുതും. ദൈവനാമം മുദ്രയിടപ്പെടേണ്ടവരാണ് നമ്മൾ. തീർന്നില്ല. എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരുശലേം നഗരത്തിൻ്റെ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും. ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണായി നിർത്തി അവൻ്റെ മേലെഴുതും. വരാനിരിക്കുന്ന സ്വർഗ യെരുശലേമിൻ്റെ നാമം. തീർന്നില്ല. ഞാൻ എൻ്റെ പുതിയ നാമവും അവൻ്റെ മേലെഴുതും. പിതാവാം ദൈവത്തിൻ്റെ നാമം എഴുതപ്പെടേണ്ടവരാണ് നമ്മൾ. പുത്രൻ തമ്പുരാൻ്റെ പുതിയ നാമം എഴുതപ്പെടേണ്ടവരാണ് നമ്മൾ. ജയാളിയായ രാജാവിൻ്റെ നാമം കോറിയിടപ്പെടേണ്ട പ്രതലങ്ങളാണ് നമ്മൾ. വരാനിരിക്കുന്ന മഹാഭാഗ്യമാകുന്ന പുതിയ യെരുശലേം പട്ടണത്തിൻ്റെ പേര് നമ്മുടെ മേൽ എഴുതപ്പെടാനിരിക്കുന്നു. ഭാഗ്യകരമായ ദൈവത്തിൻ്റെ നിത്യാലയത്തിൻ്റെ തൂണായി നിർത്തുമെന്ന്. പോരാടാൻ മടിക്കേണ്ട. പാപത്തോട് പോരാടി
ലോകത്തിൻ്റെ ഇമ്പങ്ങളും ആസ്വാദനങ്ങളും നഷ്ടപ്പെടുത്തുമ്പോൾ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്നവർ ചുറ്റും വട്ടം കൂടി നിന്ന് പരിഹസിക്കുന്നുവെങ്കിൽ അതിൽ പതറണ്ട, ഹൃദയപൂർവ്വം ചിരിക്കുക. അവർ നിന്നെ പരിഹസിക്കുമ്പോൾ നീ ചളുങ്ങുകയല്ല വേണ്ടത്. ഈ മഹാഭാഗ്യമൊക്കെ നഷ്ടപ്പെടുത്തുന്ന അവരുടെ അവസ്ഥയോർത്ത് ഊറിച്ചിരിക്കുകയാണ് വേണ്ടത്. കഴിയുമെങ്കിൽ അവരോട് പറയണം, മഹാഭാഗ്യം നേടാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ത്യജിക്കുന്നത്. നിങ്ങളിവിടെ ഭാഗ്യമെന്നെണ്ണുന്നതെല്ലാം താൽക്കാലികമാണത്, നഷ്ടപ്പെട്ടു പോകും, അത് നശിച്ചു പോകും. നിത്യമായ മഹാഭാഗ്യം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. വചനത്തിൽ വ്യക്തമായ വാഗ്ദാനമുണ്ട്. അത് അനുഭവിക്കാൻ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ജഡീക സുഖങ്ങളെയും ലോകാസ്വാദനങ്ങളെയും പാപയിമ്പങ്ങളെയും വെറുത്ത് വേണ്ടെന്ന് വയ്ക്കുന്നത്. ഞാൻ മഠയനായതുകൊണ്ടല്ല, ബുദ്ധിമാനായതുകൊണ്ടാണെന്ന് പറയാനുള്ള ആർജവത്വം നേടണം. ദൈവമക്കളെ, ജയിക്കുന്നവനെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും. ദൈവനാമം അവൻ്റെ മേൽ എഴുതും. വരാനിരിക്കുന്ന പുതിയ യെരുശലേം പട്ടണത്തിൻ്റെ നാമം അവൻ്റെ മേൽ എഴുതും, അവളുടെ മേൽ എഴുതും. ദൈവമക്കളെ, വീണ്ടും കർത്താവ് തൻ്റെ പുതിയ നാമവും എഴുതും. ഈ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ജയിക്കാൻ തീരുമാനിച്ചവർ. ജയിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അഞ്ചാമതൊരു ഉത്തരം വെളിപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനത്തിലുണ്ട്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് പാപത്തോട് പോരാടി ജയിച്ചവനാണ്, പിശാചിനോട് പോരാടി ജയിച്ചവനാണ്, തിന്മയോട് പോരാടി ജയിച്ചവനാണ്. അങ്ങനെ ക്രൂശിലെ യാഗത്താൽ ജയാളിയായ പുത്രൻ തമ്പുരാൻ തൻ്റെ പിതാവിനോടുകൂടെ പിതൃസിംഹാസനത്തിൽ ഇരുന്നു എന്നവൻ അടയാളപ്പെടുത്തുന്നു. ഞാൻ ഇരുന്നതുപോലെ എനിക്ക് വേണ്ടി എന്നിലുള്ള വിശ്വാസത്തെ പ്രതി ലോകത്ത് പോരാടി രക്തം ചൊരിഞ്ഞ് ജീവൻ വച്ച് ഈ ലോകത്തിന് അനുരൂപരാകാതെ ആത്മീക പോരാട്ടത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയ സകലർക്കും ജയിച്ചു വന്നാൽ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ അവരെ ഇരുത്തും. ഹാലേലുയ ഹാലേലുയ എന്ന് 1000 വട്ടം വിളിച്ചു പറയാൻ ഉള്ളം വെമ്പൽ കൊള്ളുകയാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെയാപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവനെ ആരാധിക്കാതിരിക്കും? ഇത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണ് കർത്താവ് പോയിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ടല്ലോ, യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൽ, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഇടമൊരുക്കാൻ പോകുകയാണ്, സ്ഥലമൊരുക്കാൻ പോകുകയാണ്, കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്താൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നാണ് വാഗ്ദത്തം. അങ്ങനെ കൊണ്ടുപോയി തൻ്റെ സിംഹാസനത്തിൽ തന്നോടുകൂടെ ഇരുത്തും. എന്ന് വെച്ചാൽ രാജാധിരാജൻ മഹത്വവാനുമായ സ്വർഗരാജാവിരിക്കുന്ന സിംഹാസനത്തിൽ അവനോടുകൂടെ ഇരുത്തുമെന്ന് പറഞ്ഞാൽ അവൻ്റെ റാണിയായി, അവൻ്റെ പങ്കാളിയായി അവനോടുകൂടെ ഇരുത്തുമെന്നാണ് ആ പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പോരാടാൻ മടിക്കല്ലേ. വലിയ പോരാട്ടം പോരാടി ജയിച്ചാൽ ദൈവസിംഹാസനത്തിൽ ദൈവത്തോടുകൂടെ ഇരിക്കാൻ, കർത്തൃസിംഹാസനത്തിൽ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ, സ്വർഗമണവാളൻ്റെ സിംഹാസനത്തിൽ സ്വർഗമണവാളനോടുകൂടെ ഇരിപ്പാൻ ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് പോരാടുന്നവരെ, അതിനുവേണ്ടി തളരുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, സാധ്യതകളും സുഖലോലുപതകളും വെറുക്കുന്നവരെ, ഉപേക്ഷിക്കുന്നവരെ തളർന്നു പോകല്ലേ. കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ വീറോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ഊർജം സംഭരിച്ച് പോരാടുവീൻ. പോരാട്ടം നിർത്തിയവർ പോരാട്ടത്തിലേക്ക് മടങ്ങി വരട്ടെ. പോരാടാൻ തീരുമാനിച്ചിട്ടില്ലാത്തവർ പോരാടാൻ തീരുമാനിച്ചിറങ്ങട്ടെ. പോരാടി ജയിച്ചാൽ വലിയ ഭാഗ്യം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ആറാമത് ലഭിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 26, 27, 28 തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്
എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ദൈവമക്കളെ, ജാതികളുടെ മേൽ യേശു കർത്താവിന് പിതാവ് അധികാരം കൊടുത്തതുപോലെ യേശുവിലുള്ള വിശ്വാസത്താൽ വിശുദ്ധ പോരാട്ടത്തിൽ കളങ്കപ്പെടാതെ ജയിക്കുന്നവർക്ക് യേശു ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജാതികളുടെ മേൽ അധികാരം ലഭിക്കാനിരിക്കുന്നു ജയാളികൾക്ക്. മാത്രമല്ല ഉദയനക്ഷത്രവും കൊടുക്കുമെന്നാണ് കർത്താവിൻ്റെ കൽപ്പന. അപ്പോൾ വളരെ നിസ്സാരപ്പെട്ടത് നേടാൻ വേണ്ടിയല്ല ഈ ആത്മീക പോരാട്ടം ഒരു വിശ്വാസി നടത്തേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. നേട്ടങ്ങളുടെ എണ്ണം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല മക്കളെ. അത് അവർണ്ണനീയമാണ്. കർത്താവ് നമുക്ക് കരുതി വച്ചിട്ടുള്ളത് ചില്ലറകളൊന്നുമല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ദൈവത്തെ അറിയാതെ നിഷേധിച്ച ജാതികളുടെ മേൽ അധികാരം നടത്താനുള്ള ചെങ്കോൽ ജയിച്ച് അവസാനം വരെ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുഷ്ഠിച്ച് അതിൽ നിന്ന് അണുവിട മാറാതെ വിശ്വാസ പോരാട്ടത്തിൽ ജയാളികളായി അവിടെ ചെല്ലുന്നവരുടെ കയ്യിൽ അവൻ കൊടുക്കും. ഒരു ഇരുമ്പുകൾ കൊണ്ട് ജാതികളെ മേയ്ക്കുമെന്ന് പറയുമ്പോൾ രാജാധികാരം കൈയാളും ജയിക്കുന്നവരെന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് അവർക്ക് കൊടുക്കും, അവരെ രാജാക്കന്മാരായി വാഴിക്കുമെന്ന്. ഉദയനക്ഷത്രം ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവമക്കളെ, അത് വലിയ ഒരു പ്രഖ്യാപനമാണ്. ഉദയനക്ഷത്രം അവരുടെ കയ്യിൽ കൊടുത്താൽ അവരാണ് ഉദയം നിർണ്ണയിക്കുന്നവർ. ഉദയനക്ഷത്രം കയ്യിലുള്ളവർ ഭാഗ്യവാന്മാർ. അവർ രാജാതിരാജൻ അകമ്പടി സെവിക്കുന്നവരാണ്. ഉദയനക്ഷത്രം ഉദിക്കുന്നത് സൂര്യൻ ഉദിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണ്. കിഴക്കേ ചക്രവാളത്തിൽ ഉദയ നക്ഷത്രം ഉദിച്ചാൽ പിന്നാലെ സൂര്യൻ വരുന്നുണ്ട്, ഉറപ്പാണ്. സ്നാപക യോഹന്നാൻ യേശുവിന് വഴി നിരത്താൻ വന്നു. അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവൻ ഉദയനക്ഷത്രമാണ്. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം അതാണ്. ഉദിക്കാൻ പോകുന്ന നിതാന്ത നിത്യനീതി സൂര്യനായ യേശു ക്രിസ്തുവിൻ്റെ ഉദയത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവന് മുമ്പായി ഉദിച്ച ഉദയനക്ഷത്രമാണ് സ്നാപക യോഹന്നാൻ. ഇതാ നിത്യരാജാവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യവാഴ്ചയെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്താനുള്ള ഉദയനക്ഷത്രം ജയിക്കുന്നവന് കൊടുക്കുമെന്നാണ് വാഗ്ദത്തം. ദൈവമക്കളെ, അപ്പോൾ ഈ ഭാഗ്യം വർണ്ണിച്ചാൽ തീരില്ല. പോരാട്ടത്തിൽ പതറല്ലേ, കൂടുതൽ ഊർജ്ജസ്വലരാവുക. ഒറ്റപ്പെടുമ്പോൾ, എല്ലാവരും തിരസ്കരിക്കപ്പെടുമ്പോൾ, എല്ലാവരും ആസ്വദിക്കുന്നത് ആസ്വദിക്കാൻ പറ്റാതെ ആരും നിരാശപ്പെടല്ലേ. ഈ ലോകം താൽക്കാലികമാണ്, ഇവിടെ ഒരു നിത്യതയില്ല. നമുക്ക് വേണ്ടി കാത്തുവയ്ക്കപ്പെട്ടിരിക്കുന്ന നിത്യതയിൽ അവർണ്ണനീയമായ ആനന്ദം അനുഭവിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഒരു ഭാഗ്യം കൂടെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. ജയിക്കുന്നവന് കിട്ടുന്ന 7-ാമത്തെ ഭാഗ്യം. അതിങ്ങനെയാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. ഇവിടെ നാം മരണമെന്ന് വിളിക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ, ഇവിടെ നിന്നുള്ള വേർപാട്. എന്നാൽ യഥാർത്ഥ മരണം ഇനി വരാനിരിക്കുന്നു. ഇവിടെ ദൈവത്തെ പിരിഞ്ഞവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചവരാണ്. എന്നാൽ നിത്യമരണമെന്നൊരു മരണം വരാനിരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ആനന്ദം അനുഭവിക്കാൻ പ്രത്യേകം ജീവിതത്തിൽ വേർതിരിച്ച് ചിട്ടപ്പെടുത്തി അവിടെ എത്തിപ്പെടാത്തവർ പോകേണ്ടി വരുന്നത് നിത്യമരണത്തിലേക്കാണ്. എന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു, 2-ാം മരണത്തിൽ അവർക്ക് ദോഷം വരികയില്ല, അതിലവർ പെട്ടുപോകുകയില്ല. ദൈവമക്കളെ, അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഭാഗ്യത്തെക്കുറിച്ച് ഒരുപാട് പറയുമ്പോൾ മറുവശത്തൊരു ദോഷമുണ്ടെന്ന് കൂടെ ഓർക്കണം. ദൈവം ആരെയും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ദീർഘക്ഷമയോടെ നിരന്തരം ഇതിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടി ദൈവം നിരന്തരം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാന നാൾ വരെ ദൈവം അത് ചെയ്തിട്ടും മത്സരികളായി പോകുന്നവർ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് ഈ നിത്യനരകം അഥവാ 2-ാം മരണം. അവരെ തീപ്പൊയ്യിൽ തള്ളിയിടുമെന്നാണ് വചനം പറയുന്നത്. ദൈവമക്കളെ തിരിച്ചറിയുക, ഈ 2-ാം മരണത്തിൽ നിന്ന് ജയിക്കുന്നവർക്ക് ഒഴിവുണ്ടാകും.
ജയിക്കുന്നവർക്കേ ഒഴിവുണ്ടാകൂ. അതുകൊണ്ട് ജയം ധരിക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം. ഒന്നിനെക്കുറിച്ചും നാം ആശങ്കപ്പെടരുത്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് ഇതിലെ നേട്ടങ്ങൾ ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകാൻ ആശിച്ച് ഇതിൻ്റെ സുഖലോലുപതയിൽ മുഴുകി ജീവിതം പാഴാക്കരുത്. ഭാഗ്യകരമായ നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ മഹാഭാഗ്യങ്ങളെല്ലാം കൈവശപ്പെടുത്താൻ ദൈവമക്കൾ വളരെ പ്രാർത്ഥനാപൂർവം വിശ്വാസ ജീവിതത്തിൽ പോരാടണം. പോരാടി ജയിക്കണം. അങ്ങനെ ജയിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ വർണ്ണിച്ചാൽ തീരാത്തതാണെന്ന് പറഞ്ഞു വച്ചല്ലോ. ഒടുവിൽ ഒരു ചിന്ത കൂടെ ചേർത്ത് വയ്ക്കട്ടെ. എന്തു ലഭിക്കും? ദൈവമക്കളെ, അത് ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ച് തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവനിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ കുറേയധികം കാര്യങ്ങൾ വർണ്ണിച്ചു വച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, സ്വർഗത്തിലുള്ള സകല സൗഭാഗ്യങ്ങൾക്കും ജയിക്കുന്ന ഒരാൾ അവകാശിയായിത്തീരും. ജയിച്ചാൽ മാത്രമേ ഈ അവകാശം ലഭിക്കുകയുള്ളൂ. ദൈവമക്കളെ, അതുകൊണ്ട് ജയിച്ചേ മതിയാകൂ. ഈ ലോകത്ത് എത്ര വലിയ പോരാട്ടം കഴിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും പാപത്തിന് അടിയറ വയ്ക്കരുത് ജീവിതം. പാപത്തിന് വിട്ടുകൊടുക്കരുത് ജീവിതം. ലോകാസ്വാദനങ്ങൾക്കും പാപാസ്വാദനങ്ങൾക്കും ജഡാസ്വാദനങ്ങൾക്കും ജീവിതം വെച്ച് കൊടുക്കരുത്. തിന്മ പ്രവർത്തിക്കരുത്. അധർമ്മം പ്രവർത്തിക്കരുത്. ആരെയും ഉപദ്രവിക്കരുത്. ആരെയും വേട്ടയാടരുത്. വീട്ടിലുള്ളവരോ പുറത്തുള്ളവരോ ആകട്ടെ ആരെയും അപഹസിക്കരുത്. ആരുടേതും കവർന്നെടുക്കരുത്. ആരെയും കണ്ണുനീരിൽ മുക്കരുത്. ജീവിതം നിഷ്ഠയോടെ നയിക്കുക. അവർണ്ണനീയമായ പുതിയ യെരുശലേമിൽ വർണ്ണിക്കപ്പെട്ട സകല സൗഭാഗ്യങ്ങളും ജയിക്കുന്നവർക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ്. ദൈവമക്കളെ, ഇത്ര വലിയ ഭാഗ്യം നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നവൻ ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് വിശ്വാസ പോരാട്ടത്തിൽ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പതറാതെ നിന്നാൽ അതിന് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിന് ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, അതിന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങൾ വർണ്ണിച്ചാൽ തീരാത്തതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ദൈവമക്കളെ, ഈ മഹാഭാഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥനാപൂർവം ഒരുങ്ങാം. അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എണ്ണി പറഞ്ഞല്ലോ. ഇപ്രാവശ്യം നാം കേട്ടത്, ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് ഒരു നാളും മായ്ച്ചു കളയുകയില്ല.
അവരെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കി വയ്ക്കും. ദൈവനാമം, പുത്രൻ തമ്പുരാൻ്റെ നാമം, പുതിയ യെരൂശലേമിൻ്റെ നാമം അവരുടെ മേലെഴുതും. ദൈവത്തോടു കൂടെ ദൈവസിംഹാസനത്തിൽ അവരെ ഇരുത്തും. ജാതികളുടെ മേൽ അധികാരവും ഉദയനക്ഷത്രവും അവരുടെ കയ്യിൽ കൊടുക്കും. സ്വർഗത്തിലുള്ള സകലത്തിനും അവരെ അവകാശികളാക്കും. നിത്യമരണത്തിൽ നിന്ന് അവരൊഴിഞ്ഞിരിക്കും. എത്ര വലിയ ഭാഗ്യമാണ് ദൈവമക്കളെ! 9 കൂട്ടം ഭാഗ്യങ്ങളാണ് ജയിക്കുന്നവർക്ക് കൊടുക്കാൻ വെച്ചതായി ഈ 2 പ്രാവശ്യമായി നാം കേട്ടത്. ഇത് അനുഭവിക്കണം, നമുക്കിത് പ്രാപിക്കണം. അതുകൊണ്ട് നമുക്ക് വിശ്വാസ ജീവിത പോരാട്ടത്തിൽ ജയിച്ചേ തീരൂ എന്ന് തീരുമാനിക്കാം, സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നാളുകളിൽ ഞങ്ങളെ സന്ദർശിച്ച വളരെ ഗഹനമായ പാഠങ്ങൾ, വിശ്വാസ പോരാട്ടത്തിൽ പതറാതെ വീറോടെ മുന്നേറിയാൽ അതിന് ലഭിക്കാനിരിക്കുന്ന വർണ്ണിക്കാനാകാത്ത പ്രതിഫലങ്ങളെക്കുറിച്ച് നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവമേ, ഞങ്ങളുടെ ഉള്ളം ത്രസിക്കുകയാണ്. ഞങ്ങളറിയാതെ ഒരു ഉല്ലാസം ഞങ്ങളിൽ വന്ന് നിറയുകയാണ്. ഈ ലോകത്താരൊക്കെ ഞങ്ങളെ ഏതളവിലൊക്കെ പരിഹസിച്ചാലും, എത്രയൊക്കെ തള്ളി മാറ്റി നിർത്തിയാലും, ഞങ്ങൾക്ക് ലഭിക്കാനുള്ള പ്രതിഫലം ഓർക്കുമ്പോൾ കർത്താവേ, ഞങ്ങളറിയാതെ നൃത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഞങ്ങൾ വിശ്വാസ പോരാട്ടത്തിൽ ഇനി പരാജയപ്പെടുകയില്ല. എന്തു വില കൊടുത്ത് ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ തിരുസന്നിധിയിൽ വരും. വാഗ്ദത്തം ചെയ്ത സകല സൗഭാഗ്യങ്ങളും ഞങ്ങൾ പ്രാപിക്കും. അതിനായി ഞങ്ങൾ ഒരുങ്ങട്ടെ. ഞങ്ങളെ ശക്തീകരിച്ച് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.